ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമത്തിനാണ് മഹാകുംഭമേള വേദിയാവുന്നത്. ഭൂമിയിലെ മനുഷ്യരുടെ ഏറ്റവും വലിയ ആത്മീയ സാംസ്കാരിക പൈതൃക ആചാരാനുഷ്ഠാന സംഗമമാണ് കുംഭമേള. സന്യാസിമാരും സാധുക്കളും ആശ്രമങ്ങളും സാധകന്മാരുമാണ് മുഖ്യ സംഘാടകർ. ഹിന്ദുമതത്തിലെ ഏറ്റവും പവിത്രമായ തീർത്ഥാടനമായും സന്യാസി സംഗമമായും കുംഭമേള കരുതപ്പെടുന്നു. 40 കോടി ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ. റഷ്യയിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനങ്ങൾ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. 45 ദിവസത്തെ ആഘോഷമാണിത്. 7000 കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. 10,000 ഏക്കറിൽ മഹാകുംഭനഗർ എന്ന താൽക്കാലിക നഗരം ഒരുക്കിയാണ് ചടങ്ങുകൾ നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് മഹാകുംഭമേളയെ വിലയിരുത്തുന്നത്. 144 വർഷത്തിൽ ഒരിക്കൽ നടത്തിവരുന്ന പരിപാടിയാണ് മഹാകുംഭമേള. മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിക്കുന്നത്. പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം, ചരിത്രമുള്ള മതാഘോഷം തുടങ്ങി കുംഭമേളയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ്. പ്രയാഗ്രാജിൽ ഗംഗ, യമുന, പുരാണത്തിലെ അദൃശ്യ നദി സരസ്വതി എന്നിവയുടെ സംഗമ സ്ഥാനത്താണ് ചടങ്ങുകൾ നടക്കുന്നത്. കുംഭമേളയുടെ കാലയളവിൽ വിശേഷ ദിവസങ്ങളിലെ പുണ്യമായ സ്നാനങ്ങളാണ് പ്രധാനം. പ്രയാഗ്രാജിൽ യമുനയും സങ്കല്പ നദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിലാണ് സ്നാനം. മകരസംക്രാന്തി, ബസന്ത് പഞ്ചമി, മാഘി പൂർണിമ, മഹാശിവരാത്രി എന്നിങ്ങനെയാണ് കുംഭമേളയെ തരംതിരിച്ചിരിക്കുന്നത്. അമൃതകുംഭത്തിനായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ 12 ദിവസം യുദ്ധം നടത്തിയെന്നാണ് വിശ്വാസം. ദേവന്മാരുടെ 12 ദിവസം മനുഷ്യരുടെ 12 വർഷമായി കണക്കാക്കുന്നു. യുദ്ധം നടന്ന 12 ദിവസം പരിഗണിച്ചാണ് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നത് പൂർണ്ണ കുംഭമേള എന്ന സവിശേഷതയിലേക്ക് എത്തിയത്. 12 വർഷം കൂടുമ്പോൾ അമൃതകുംഭത്തിൽ നിന്ന് തൂവിയ അമൃതിന്റെ അംശം തീർത്ഥസ്നാനത്തിലൂടെ ലഭിക്കുമെന്നാണ് വിശ്വാസം. ഈ സമയത്ത് ദേവന്മാരും യക്ഷന്മാരും സപ്തർഷികളും കിന്നരന്മാരും ഒക്കെ തീർത്ഥസ്ഥാനത്ത് എത്തുമെന്നാണ് ഐതിഹ്യം. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മഹാസന്യാസിമാർ ഇവിടെ എത്തി സ്നാനം ചെയ്യും. ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുമുണ്ട്. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേള ഫെബ്രുവരി 26 വരെയാണ് നടക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.